പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന മുമ്പ് ഇതൊന്ന് കൂടിയിട്ട് പോണവരുണ്ട്. ഈശോയെ, അവർ മക്കളുടെ ഇന്നത്തെ മുഴുവൻ യാത്രകൾ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, നിത്യവൃത്തിക്ക് വകയില്ലാത്തവരുണ്ട്. എല്ലാ മേഖലകളിലും വിഷമിക്കുന്ന മക്കള്. ഇക്കാലങ്ങളിൽ ഏറ്റവും വലിയ ദുരന്തം ചെറിയവരെ തിരക്കാൻ ഉള്ള സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമല്ല എന്നുള്ളതാണ്. ചിലര് പ്രത്യേക ഏജൻസിനെ വെച്ചുകൊണ്ട് ഇവിടെ ദരിദ്രരില്ല, രോഗികളില്ല, ഇവിടെ എല്ലാം ഒന്നാം സ്ഥാനത്തെ കുതിക്കണം എന്നുള്ള ഒരു മിഥ്യാധാരണ വരുത്തിയിട്ട് അതിൻ്റെ പിന്നിൽ ഏറ്റവും ദരിദ്രനെയും ഓരം കെട്ടി കിടക്കുന്നവനെയും അവനെ അഡ്രസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്ന ഒരു സാമൂഹ്യമായി അന്ധകാരം നാടിനെ വ്യാപിക്കുന്നുണ്ട്. കർത്താവേ, അത് എല്ലായിടത്തും അതുണ്ട്. ഒരു സ്റ്റേറ്റിലും മാത്രമല്ല, ഈ രാജ്യത്ത് തന്നെ ഇങ്ങനെയുള്ള കുറേ ഏജൻസികൾ ഇരുന്നുകൊണ്ട് മിഥ്യാബോധങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ അവലംബമില്ലാതെ ഉഴറുകയും തെറ്റായ തീരുമാനങ്ങൾ കാരണം ഉള്ള തൊഴിലിടങ്ങൾ വരെ അടച്ചു പൂട്ടുന്നതിൻ്റെ ഭീതിയിലിരിക്കുന്നു. എല്ലാം അടച്ചു പൂട്ടി ഇനിയിപ്പോൾ ആരോഗ്യ മേഖലയും സമരം ചെയ്ത് അടച്ചു പൂട്ടിക്കുകയാണ് തൽപര കക്ഷികൾ. ഓരോരോ കാരണങ്ങൾ പറഞ്ഞു. നാളെ ഈ രാജ്യത്ത് ഒന്നിനും മുതൽ മുടക്കാൻ ആരും ഉണ്ടാകത്തില്ല. അപ്പോഴും ഈ രാജ്യം ഒന്നാം സ്ഥാനത്താണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ജനങ്ങളുടെ ശ്രേയസ്സിനും എല്ലാവരെയും സന്ധിക്കാൻ ആവശ്യമായ മാർഗം കാണിച്ചു കൊടുക്കണം പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനത്തിലെ നമ്മളുടെ സ്റ്റാറ്റസ് എന്താണെന്ന്
പറയുന്നുണ്ട്. പ്രവർത്തകരുടെ, പ്രേക്ഷിതരുടെ. നമ്മൾ ദൈവത്തിൻ്റെ നമ്മുടെ കൂടെ ദൈവം ചെയ്യുന്ന വേലയുടെ കൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് ബൈബിൾ പറയണത്, നമ്മൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണെന്ന്. അപ്പം നമ്മളുടെ തണ്ടിയായി നിൽക്കുന്നത് ദൈവമാണ്. 1 കൊരിന്ത്യർ 3:9 ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്. ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്. നിങ്ങളാകട്ടെ ദൈവത്തിൻ്റെ വയലും വീടും. പ്രേക്ഷിതനെന്ന് പറയുന്ന ആള് ബേസിക്കായിട്ട് ആരാണ്? ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരെയാണ്. അപ്പം നമ്മുടെ പണിക്കൂട്ടുകാരൻ ആരാണ്? ദൈവമാണ്. അപ്പോൾ ദൈവമാണ് പ്രവർത്തിക്കണത്. അപ്പം നിങ്ങളിപ്പോൾ പത്രം കൊണ്ട് ഉടമ്പടിക്കാരിറങ്ങുമ്പോൾ അയ്യോ, അപ്പം നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും വന്നില്ലെങ്കിൽ നിങ്ങളുടനെ അവൾ വരട്ടെ അല്ലെങ്കിൽ അവൻ വരട്ടെ, നാളെ കൊടുക്കാം എന്ന് പറഞ്ഞ് മാറ്റി വെക്കുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാരക്കാരൻ ദൈവമല്ല, നിങ്ങളുടെ അയൽവാസിയോ ഫ്രണ്ടോ ആണ്. അങ്ങനെ സുവിശേഷത്തിൽ ഒരു ഓപ്ഷനില്ല. അതൊരു മാനുഷിക പ്രവർത്തനങ്ങൾക്കാണ് അതൊക്കെ വേണ്ടി വരുന്നത്. നമ്മൾ ചെയ്യുന്നത് മാനുഷിക പ്രവർത്തനമല്ല, ദൈവിക പ്രവർത്തനമാണ്. ദൈവിക പ്രവർത്തനങ്ങളിൽ കൂട്ടുവേലയിൽ വരണത്, അതർ സൈഡിൽ വരണത് ദൈവമാണ്. അതുകൊണ്ടാണ് ഈ പൗലോസ് അപ്പോസ്തലൻ തന്നെയും, ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾ പറഞ്ഞില്ലേ, പിരിയാൻ നേരത്ത് തിമോത്തിയോസിനോട് പറയും, എൻ്റെ ജോലി പൂർത്തിയായി, ഞാൻ വിശ്വാസം സംരക്ഷിച്ചു, നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി കാത്തുവച്ചിരിക്കുന്നു. പക്ഷേ വിഷയം എന്താ? ഞാൻ പോകുന്നത് കാരണം നീ നിൻ്റെ ജോലി അയ്യോ കൂട്ടില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നീ അവസാനിപ്പിക്കരുത്. എനിക്ക് കൽപ്പിച്ചെടുത്ത് ഞാൻ നിൽക്കുമ്പോൾ നീ മുന്നോട്ട് പോകണം. ഒറ്റക്കാണെങ്കിലും നീ ജോലി ചെയ്യണം. 2 തിമോത്തി 4:2 വചനം പ്രസംഗിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും പൗലോസ് പോകുമ്പോൾ തന്നെ, പൗലോസ് വേർപിരിയുമ്പോൾ തന്നെ സാഹചര്യങ്ങൾ അനുകൂലമല്ലല്ലോ. അതാണ് അല്ലെങ്കിലും എന്ന് പറയണത്. അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുക. മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും ഞാനില്ലെങ്കിലും മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും അവരെ ശാസിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുക. ക്ഷമ കൈവിടാതിരിക്കുകയും പ്രബോധനത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുക. പ്രബോധനത്തില് എന്താ കാര്യം? പ്രബോധനമാണ് നമുക്ക് ആൾക്കാർക്ക് ബോധ്യങ്ങൾ നൽകുന്നത്. പിന്നെ ദൈവവചനം എന്തിനാണെന്ന് വെച്ചാൽ അത് പ്രബോധനമാണ്. തെറ്റുതിരുത്താനും പ്രബോധനത്തെ ദൈവവചനം അത് തെറ്റുതിരുത്തുന്നതിനും. 2 തിമോത്തി 3:16 വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഈ പരിശീലനം പൗലോസിന്റെ അഭാവത്തിലും അസാന്നിധ്യത്തിലും കണ്ടിന്യൂ ചെയ്യണമെന്നാണ് തിമോത്തി കൊടുക്കുന്ന നിർദ്ദേശം. തിമോത്തി അത് കണ്ടിന്യൂ ചെയ്യുക തന്നെ ചെയ്യും, ഒരു സംശയമില്ല കാര്യത്തിൽ. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് നല്ല പരിശീലനം ലഭിച്ചിട്ടുണ്ടെന്ന് തിമോത്തിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. ഫിലിപ്പിയർ 4:12 താഴ്ന്ന നിലയിൽ ജീവിക്കാൻ എനിക്കറിയാം, സമൃദ്ധിയിൽ ജീവിക്കാനും ഏത് സാഹചര്യത്തിലും കഴിയാനും എനിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഈ പരിശീലനം എന്ന് പറയുന്നത് ചെറുത് അജ്ഞാത പരിശീലനമായിരിക്കും, പക്ഷേ ദൈവനിവേശിതമായിരിക്കും. ഉദാഹരണത്തിന് സാവൂളിലെ അജ്ഞാത പരിശീലനം. ഇങ്ങനെ അജ്ഞാത പരിശീലനം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അത് നമുക്ക് വേണമെങ്കിൽ നാളെ പറയാം. തൽക്കാലത്തേക്ക് ഇത്രയും മനസ്സിൽ സൂക്ഷിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി
മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, ഞാനിത് ആഗ്രഹിച്ചിരുന്ന കാര്യമാണ്. പ്രാർത്ഥന വേണം ജീവിതത്തിലുടനീളം, അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. എൻ്റെ ജോലിയുടെ ഒരു ഭാഗമായിട്ട് ഞങ്ങളുടെ ബ്രാഞ്ച് മാനേജർ പറയുകയുണ്ടായി, നിങ്ങൾ കൃപാസനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുണ്ട് ബിസിനസ് ആക്ടിവിറ്റി ചെയ്യൂ, നിങ്ങൾക്ക് അവിടെ നല്ല ലീഡ്സ് കിട്ടുമെന്ന് പറഞ്ഞു. ഞാനും ഞങ്ങളുടെ ഒപ്പമുള്ള യൂണിറ്റ് മാനേജേഴ്സും എല്ലാവരും കൂടി ഒരിക്കൽ ഒരു ഹോളിഡേ നോക്കി രാവിലെ ഇവിടെ ആക്ടിവിറ്റീസ്ക്ക് വന്നു. പക്ഷേ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരുന്ന സമയം വളരെ തീവ്രമായ ചൂടുള്ള സമയമായിരുന്നു. എന്നിട്ട് പോലും നമ്മൾ വരാൻ തയ്യാറായി. പക്ഷേ എൻ്റെ മാനേജർ എന്നെ ഒരു കാര്യം, എനിക്ക് എല്ലാത്തിലും വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ബ്രാഞ്ച് മാനേജർ പറഞ്ഞ ഒരു തമാശയ്ക്കാണെങ്കിലും പറഞ്ഞൊരു വേർഡ്സ് ഉണ്ട്, മായ പിന്നെ അവിടെ പോയി ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ മായക്ക് ആക്ടിവിറ്റിയും ചെയ്യാം, അതുപോലെ തന്നെ അവിടെ പോയി പ്രാർത്ഥനയും കൂടാമെന്ന് കളിയാക്കി. പക്ഷേ അപ്പോൾ കളിയാക്കിയപ്പോഴും ഞാനതിനെ വളരെ സന്തോഷത്തോടു കൂടെയാണ് ഏറ്റെടുത്തത്. അങ്ങനെ ഞങ്ങളിവിടെ ആക്ടിവിറ്റിക്ക് വന്ന സമയത്ത് എൻ്റെ കൂട്ടത്തിലുള്ള യുവംസ് ആക്ടിവിറ്റി ചെയ്ത് അവർ പോയി. ഞാൻ എന്തെടുത്തു, ആ സമയം പ്രയോജനപ്രദമാക്കിക്കൊണ്ട് തിരക്കിൻ്റെ ഇടയിൽ ഇവിടെ കയറി പ്രാർത്ഥിച്ചു. അവരെന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, കാര്യം ഞങ്ങൾക്കൊരു റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ ഫ്രണ്ടിൽ മാതാവിൻ്റെ അടുത്ത് നിന്ന് വളരെ നിഷ്കളങ്കമായിട്ട് മാതാവിനോട് കൈവച്ച് പ്രാർത്ഥിച്ച ഒരു കാര്യമുണ്ട്. എനിക്കറിയത്തില്ല, ഞാൻ മനസ്സിൽ നിന്ന് അറിയാതെ പ്രാർത്ഥിച്ചു പോയി. പിന്നെ മാതാവേ, എൻ്റെ മാനേജറാണെങ്കിലും നമ്മളെ ഇങ്ങനെ കളിയാക്കിയില്ലേ, അപ്പം അതിൻ്റെ മുമ്പിൽ എന്നെ ഉയർത്തണം, എനിക്ക് വലിയൊരു സാക്ഷ്യം തരണം, വലിയൊരു അടയാളം തരണം. അങ്ങനെ അടയാളത്തിലൂടെ എനിക്ക് ഉടമ്പടി എന്തെന്ന് അറിയില്ല, അതിനെപ്പറ്റി ഞാൻ എന്നാലും അറിയാതെ പറഞ്ഞു പോയി, ഞാനൊരു ഉടമ്പടി എടുത്തേക്കാം, എനിക്ക് വലിയൊരു സാക്ഷ്യമായിട്ട് എന്നെ നിലനിർത്തണമെങ്കിൽ ഞാൻ ഉടമ്പടി എടുത്തേക്കാം എന്നറിയാതെ പറഞ്ഞു പോയി. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ നെക്സ്റ്റ് ദിവസമൊക്കെ ഓഫീസിൽ ചെല്ലുമ്പോഴത്തേക്കും വലിയൊരു നമുക്ക് ജനറൽ മീറ്റിംഗ് ആയിട്ടുള്ള ഡെപ്യൂട്ടി ആർഎമ്മിൻ്റെ മീറ്റിംഗ് വെച്ചു. ആ മീറ്റിംഗ് സമയത്ത് ആ സാറ് ഇന്നു വരെ ഇത്രയും ഇതിൽ എന്നെ ഹറാസ് ചെയ്ത് സംസാരിച്ചിട്ടില്ല. ഒരു കാരണവും ഇല്ലാണ്ട് പിന്നെ എന്നെയും ജനറൽ അഡ്വൈസേഴ്സിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഒത്തിരി താത്തിക്കിട്ട് സംസാരിക്കാൻ ഇടവന്നു. പക്ഷേ എനിക്കെന്താണെന്നറിയത്തില്ല, ഞാൻ ബോൾഡായിട്ട് അത് കേട്ടിരുന്നു. നിസ്സാരമായിട്ട് ഞാൻ അതിനെ ആ സമയം കടന്നുപോയി. പക്ഷെ അതിന് തൊട്ട് 2 മാസം മുമ്പ് ഞങ്ങളൊരു ബിസിനസ് ആക്ടിവിറ്റി ചെയ്തതിൻ്റെ ഒരു ലീഡ്സിൽ ഒരു ലേഡി ഡോക്ടർ പറഞ്ഞ ഒരു വാക്കുണ്ടായിരുന്നു, 2 മാസങ്ങൾക്ക് ശേഷം എന്നെ വിളിച്ചോ, ഞാൻ ഒരു അപ്പോയിൻമെൻറ്റ് തരാം, ക്ലോസിങ് സംസാരിക്കാനായിട്ടൊരു അപ്പോയിൻമെൻറ്റ് തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതങ്ങനെ പോയി. ഈ മീറ്റിങ്ങിൻ്റെ തലേ ദിവസം, ഈ ഹരാസിങ് വഴക്കിടണതിൻ്റെ മീറ്റിങ്ങിൻ്റെ തലേ ദിവസം ഞാൻ പ്രാർത്ഥന മാതാവിൻ്റെ അതിലല്ല നമ്മുടെ സാധാരണ വിശ്വാസത്തിൽ നിൽക്കുന്നു. അപ്പോഴെൻ്റെ മനസ്സിൽ നിന്ന് പറയാൻ തുടങ്ങി, 2 മാസം മുമ്പ് പറഞ്ഞ ലീഡ്സ് എന്താണ്, ആ പിന്നെ ഡോക്ടറിനെ വിളിക്കുന്നില്ലേ എന്ന് ആരോ ഉള്ളിൽ നിന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ ബുക്കുകൾ മറിച്ച് നോക്കി, എനിക്ക് ഡോക്ടറിൻ്റെ നമ്പർ പെട്ടെന്ന് ഒരു ഇതിൽ കിട്ടാൻ പറ്റിയില്ല, നോക്കിയെടുക്കാൻ പറ്റില്ല, ഉണ്ട് അവിടെ നിന്നു. പിറ്റേ ദിവസമാണ് എന്നെ ഈ പിന്നെ മീറ്റിങ്ങിൽ വഴക്കിടുന്നത്. ഞാനതിനെ അതുപോലെ എടുത്തു. തിരിച്ച് മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ അഡ്വൈസർ എന്നോട് പറയുകയുണ്ടായി, മാഡം നമ്മുടെ പിന്നെ അന്ന് ഡോക്ടറെ കണ്ട കേസ് നോക്കിയോ, ഒന്ന് സംസാരിച്ചുകൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ നമ്പറുണ്ടോ, വാ ഇപ്പോൾ വിളിക്കാം. ഞാൻ അപ്പം തന്നെ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തു.
ഈവനിങ് തന്നെ ഞങ്ങൾ അവിടെ പോയി സംസാരിച്ചു. ഉടനെ ഡോക്ടർ മാഡം പറഞ്ഞു നെക്സ്റ്റ് സൺഡേ വന്നേക്കും, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഉടനടി സാക്ഷ്യം തരുന്ന മാതാവ്. എനിക്ക് സത്യത്തിൽ വളരെ ഭയങ്കര ഒരു അതിശയോക്തിയാണ് തോന്നിയത്. ഞങ്ങളുടെ ബ്രാഞ്ചിലെ ആ ഫിനാൻഷ്യൽ ഇയറിലെ ആദ്യത്തെ 6 ആകാനായിട്ട് എനിക്ക് സാധിച്ചു. ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ആ 6 നേടിയപ്പോൾ അപ്പം തന്നെ എൻ്റെ ബ്രാഞ്ച് മാനേജർ എല്ലാവരെയും വിളിച്ചു കൂട്ടി കേക്ക് കട്ട് ചെയ്യുകയും എന്നെ വഴക്കിട്ട് ഡെപ്യൂട്ടി ആറും തന്നെ വിളിച്ചിട്ട് കൺഗ്രാലേഷൻ പറയുകയും ആ ബ്രാഞ്ചിലെ ഏറ്റവും നല്ലൊരു ഫസ്റ്റ് 600 ഒരു ഇതിലോട്ട് വരാനും എന്നെ ഉയർത്തപ്പെടാനും ഞാൻ പോലും അറിയാതെ എനിക്ക് അത് സാധ്യമല്ലാത്തതിനെ അസാധ്യമാക്കുന്ന ഒരു സാക്ഷ്യത്തോടു കൂടെ എനിക്ക് നിൽക്കാനായിട്ട് സാധിച്ചു. അപ്പം അന്ന് മുതൽ എനിക്ക് തോന്നി ഇതിലെന്തോ ഒരു ഇതുണ്ടല്ലോ, എനിക്ക് സാധ്യമല്ലാത്തതിന് ഞാൻ എങ്ങനെ സഹിച്ചു. കാര്യം ഒരു 6 ലക്ഷം ക്ലോസ് ചെയ്യുക എന്ന് പറയുന്നത് ചേർത്തലേരിയെ സംബന്ധിച്ച് ഫസ്റ്റ് കൺഫർമേഷൻ എടുത്തിട്ട് 1 ഇയറേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് എനിക്കത് നടക്കാൻ പറ്റാത്ത എന്നുള്ളൊരു കാര്യമായിരുന്നു. പക്ഷെ അതൊരു വളരെ സിമ്പിളായിട്ടാണ് അത് മാതാവ് എനിക്ക് സാധിച്ചു തന്നത്. പക്ഷെ ഞാൻ ഉടമ്പടി എടുത്തേക്കാവുന്നൊരു വാക്ക് പറഞ്ഞതുമല്ല. മനുഷ്യനാണല്ലോ നമ്മൾ, അതിൻ്റെ ഇതിൽ അതെല്ലാം സെക്കൻഡറി ആയിട്ട് വിട്ടുപോയി. അത് എനിക്ക് ശരിക്കും പിന്നീടാണ് മനസ്സിലായത്. ഒരാഴ്ച കഴിഞ്ഞു, 2 വീക്സ് കഴിഞ്ഞു. എനിക്ക് വീട്ടിൽ ചെന്നിട്ടാണെങ്കിൽ എൻ്റെ വർക്കുകൾ മുന്നോട്ട് നീങ്ങുന്നില്ല. ആകെ ഒരു അസ്വസ്ഥത, എന്താണെന്ന് എനിക്കറിയത്തില്ല. ഒരു ദിവസം സന്ധ്യയ്ക്ക് ഞാൻ വർക്കുകൾ നടക്കുന്നില്ല, ബിസിനസ് വരാതിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് പറയാൻ തുടങ്ങി, മാതാവിനൊരു സാക്ഷ്യം ഉടമ്പടി എടുത്തേക്കാന്ന് വാക്ക് പറഞ്ഞിട്ട് എന്താ ചെയ്യാനെന്നൊരു ചോദ്യവും കാര്യങ്ങളും. ഞാൻ പെട്ടെന്ന് തന്നെ കിച്ചണിൽ കയറുമ്പോൾ എനിക്കൊരു ടെൻഡൻസി ഉണ്ട്. ഞാൻ യൂട്യൂബ് എടുത്ത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കേട്ടിട്ടാണ് കിച്ചണിൽ ജോലി ചെയ്യുന്നത്. പക്ഷേ ഫസ്റ്റ് യൂട്യൂബിൽ കണ്ടത്, ഞാൻ അതുവരെ വേറെ കൃപാസനത്തിലെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല. പക്ഷെ എനിക്ക് യൂട്യൂബിൽ കാണാൻ സാധിച്ചത്, അന്ന് ഞാൻ ആദ്യമായിട്ടാണ് ജോസഫ് അച്ഛനെ അതിൽ പരിചയപ്പെടുന്നതും എല്ലാം. അപ്പം എനിക്ക് കാണാൻ സാധിച്ചത് ജോസഫ് അച്ഛൻ പറയുന്ന കൃപാസനത്തിലെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ചാണ്. എനിക്ക് അന്നാണ് ഈ പ്രത്യക്ഷീകരണം എന്തെന്ന് കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത്. അപ്പം ഇതിനുള്ളിൽ നമ്മുടെ ഒരു അഡ്വൈസറിനോട് ഞാൻ സംസാരിച്ചോ പറഞ്ഞു, നിങ്ങൾക്കൊന്നും ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ല. കാര്യം ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. വിഗ്രഹാരാധന പാടില്ല, ഒത്തിരി വെളുപ്പിന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. അപ്പം നമ്മൾ അതിലോട്ടൊന്നും പറ്റത്തില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് ഞാനും ചിന്തിച്ചത്. പക്ഷേ ഈ പ്രത്യക്ഷീകരണവും കാര്യങ്ങളും പറഞ്ഞപ്പോൾ അതിൽ ഇവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് നെറുക്കെടുത്ത് കുറേ കാര്യങ്ങൾ തരുമെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു, എനിക്കും കിട്ടും എന്തെങ്കിലും, എല്ലാവർക്കും കിട്ടുന്നതല്ലേ മാതാവിൻ്റെതായിട്ടുള്ള കുറേ കാര്യങ്ങൾ, പിന്നെ മാതാവിനെ പിടിക്കാനും കൂടെയൊക്കെ എനിക്കും കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു. എല്ലാവർക്കും കിട്ടുമെന്നുള്ളതായിരുന്നു. പക്ഷേ ഞാൻ അതങ്ങനെ ചിന്തിച്ചു പോന്നു. പിറ്റേ ദിവസം, അന്നത്തെ ദിവസം എനിക്ക് എന്തെന്നില്ലാത്തൊരു അസ്വസ്ഥയായിരുന്നു. കാര്യം ഞാൻ എൻ്റെ ഒരു മെൻറ്റാലിറ്റി എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ടെൻഷൻ വരുമ്പോൾ ഞാൻ ദൈവത്തിൽ പറയുമെങ്കിൽ പോലും കൂടുതൽ ഷെയർ ചെയ്യുന്നത് ഹസ്ബൻഡിനോടോ മോളോടൊക്കെയാണ്. പക്ഷേ എനിക്ക് അതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, അവരോടൊന്നുമല്ല ഷെയർ ചെയ്യേണ്ടത്, നമ്മൾ നേരിട്ട് ദൈവത്തിലോട്ട് എല്ലാം ഷെയർ ചെയ്യണം. അവിടെയാണ് നമുക്ക് കൃപ കിട്ടുന്നത്. അങ്ങനെ ഉള്ളൊരു ചിന്ത എനിക്ക് അവിടെ മനസ്സിലായി. ഞാൻ അന്നത്തെ ദിവസം എനിക്ക് കിടന്നുറങ്ങാൻ സാധിച്ചില്ല. വെളുപ്പിന് ഞാൻ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്താണ് എൻ്റെ അസ്വസ്ഥത, എനിക്ക് ബിസിനസ് നടക്കണം, ലൈഫിന് ഒരു ഇതിൽ വരണം, എന്താണെന്നറിയില്ല. ഞാൻ വെളുപ്പിന് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് എൻ്റെ മനസ്സിൽ ഒരേ ഇതാ പറയുന്നത്, ഇനി താമസിക്കരുതും, പോയി ഉടമ്പടി എടുക്കണം, മാതാവിൻ്റെ അടുത്ത് പോകണം. അന്ന് തന്നെ ഞാൻ മാനേജറെ വിളിച്ചിട്ട് രാവിലെ ലീവ് പറഞ്ഞു, നേരെ വന്ന് ഉടമ്പടി എടുത്തു. അതിന് മുമ്പ് ഇടയ്ക്ക് എനിക്ക് വന്ന് ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ തിരക്കായതുകൊണ്ട് ഞങ്ങൾക്ക് സമയം കഴിഞ്ഞ് പോയി എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഇവിടെ വന്നു അന്ന് വളരെ സൗകര്യപ്രദമായിട്ട് എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഞാൻ ആഗ്രഹിച്ച പോലെ പിന്നെ എല്ലാവർക്കും അല്ല, നമ്മളെ തിരഞ്ഞെടുത്ത് ഒരു ചന്ദനത്തിരിയാണെങ്കിലും ദൈവം തിരഞ്ഞെടുത്ത് എനിക്ക് ഇവിടെ തന്നു. മാതാവിനെ എൻ്റെ ഒപ്പം ഇതാകാനായിട്ടു. അതിലും എനിക്ക് വളരെ എന്നെ തിരഞ്ഞെടുത്തതിലൊരു സന്തോഷം തോന്നി. അതിനുശേഷം ഞാൻ ഉടമ്പടി കാര്യങ്ങൾ കൃത്യമായിട്ട് സമയം കുറച്ച് വൈകുമെങ്കിൽ പോലും മനസ്സിൽ അതിൽ ഇതാക്കിക്കൊണ്ട് രാവിലെയും വൈകുന്നേരവും ഞാൻ പ്രാർത്ഥനയിൽ എന്നും തെറ്റിക്കാതെ പ്രാർത്ഥന ചൊല്ലുകയും കാരുണ്യപ്രവർത്തികൾ ചെയ്യുകയും സുശേഷ പത്രമൊക്കെ വളരെ പെട്ടെന്ന് എൻ്റെ സുശേഷം പറഞ്ഞുകൊണ്ട് ഞാൻ കൊടുത്തു തീർക്കുകയും ചെയ്തു. അപ്പോൾ ഈ വർക്കിൻ്റെ ഇടയിൽ തന്നെ നമ്മളുടെ ഒരു കസ്റ്റമറെ കാണാൻ വന്നപ്പോൾ അയാൾ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു, മെൻ്റലി ടെൻഷനും കാര്യങ്ങളും. അപ്പം ഞാൻ പറഞ്ഞു, ആദ്യമായിട്ട് കാണുകയാണ്, പക്ഷെ ഞാൻ ഈ വചനങ്ങൾ പറഞ്ഞു,
അപ്പോൾ പുള്ളി എന്നോട് ഇങ്ങോട്ട് പറഞ്ഞത്, മാഡം SBI ലൈഫിൽ വർക്ക് ചെയ്യാൻ നിൽക്കണമല്ല, സുവിശേഷം കൂടെ പറയാനായിട്ടാണ് മാഡത്തിനെ നിർത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അങ്ങനെ ഞാൻ പത്രം കൊടുക്കുമ്പോഴും വളരെ സുവിശേഷ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് പത്രം കൊടുത്തിരുന്നത്. പിന്നെ അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ സിസ്ലാക്ക് തന്നപ്പോഴും ഞാനൊരു കാര്യം മനസ്സിലോർത്തു, എന്തോ എൻ്റെ കഴിവായിരിക്കാം. അപ്പോഴും ഞാൻ ദൈവത്തിലോട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ട് കിട്ടി, അങ്ങനെയുള്ളൊരു ഇതായിരുന്നു. അപ്പം നമ്മൾ ഒരിക്കലും നമ്മുടെ കഴിവുകളല്ല, നോട്ട് മൈ മെറിറ്റ് ബട്ട് ഗ്രേറ്റ് ഓഫ് ഗോഡ് എന്നേ നമുക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് വളരെ സത്യം, നമ്മുടെ ആരും നമ്മുടെ കഴിവുകൊണ്ടല്ല, ദൈവത്തിൻ്റെ ഒരു ശക്തമായ ഇടപെടലുണ്ട്. പിന്നെ അതിനുപരി എനിക്ക് ഈ പ്രാർത്ഥന ഞാൻ ചെയ്തിരുന്ന സമയത്ത്